നാളെ 2025 ജൂൺ മാസം 29-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനായി മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ 8 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ട്, ഇടുക്കിയിലെ പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, തൃശൂർ പെരിങ്ങൽകുത്ത്, കോഴിക്കോട് കുറ്റ്യാടി അണക്കെട്ട്, വയനാട് ബാണാസുര സാഗർ എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ നദികളിലും മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തൊരു അറിയിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപക ഓഡിറ്റിന് നിർദ്ദേശം നൽകി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. 15 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന തൊഴിലുറപ്പ് മിഷന് നിർദ്ദേശം നൽകി. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകളിലെ വാർത്ത ശരിവെക്കുന്നതാണ് കേന്ദ്ര ഇടപെടൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നു എന്നാണ് കേന്ദ്ര അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതോടെ സംസ്ഥാന വ്യാപക ഓഡിറ്റിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിർദ്ദേശം നൽകി. സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ നൽകിയ ഉത്തരവിൽ കർശന നടപടിക്കാണ് നിർദ്ദേശം. അടുത്തൊരു അറിയിപ്പ്, വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 1 രൂപയിൽ നിന്ന് 5 രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. ഇതിനു മുന്നോടിയായി 8-ന് സൂചനാ സമരവും നടത്തും. നിരക്ക് വർധന ഉൾപ്പെടെ ബസ് ഉടമകൾ ഉന്നയിക്കുന്ന 6 പ്രധാന ആവശ്യങ്ങളിൽ തീരുമാനമില്ലാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും. പൊതുയാത്രാ നിരക്ക് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 50% നിജപ്പെടുത്തണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും ബസുടമ സംയുക്ത സമരസമിതി ചെയർമാൻ അറിയിച്ചു. അടുത്തൊരു അറിയിപ്പ്, കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി KSEBയുടെ ഓൺലൈൻ കൺസ്യൂമർ പോർട്ടലായ വെബ് സെൽഫ് സർവീസ്, കൺസ്യൂമർ മൊബൈൽ ആപ്പ്, ടോൾ ഫ്രീ നമ്പറായ 1912, ഓട്ടോമാറ്റിക് പരാതി രജിസ്ട്രേഷൻ നമ്പർ എന്നിവ ഇന്ന് രാത്രി 11 മുതൽ പുലർച്ചെ 3 വരെ ലഭ്യമാകുകയില്ല. ഈ സമയത്ത് സെക്ഷൻ ഓഫീസുകൾ മുഖേന മാത്രമേ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാവൂ എന്ന് KSEB അറിയിച്ചു. അടുത്തൊരു അറിയിപ്പ്, +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള അപേക്ഷ ഇന്ന് രാവിലെ 10 മുതൽ ഈ മാസം 30-ന് വൈകിട്ട് 5 വരെ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിഹിതം ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. അതുകൊണ്ടു തന്നെ ഇനിയും റേഷൻ വിഹിതം കൈപ്പറ്റാത്തവർക്ക് 2 ദിവസത്തിനുള്ളിൽ വിഹിതങ്ങൾ കൈപ്പറ്റേണ്ടതുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ അടുത്ത മാസം ആദ്യ ദിവസങ്ങളിൽ ഈ മാസത്തെ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ മാസം തന്നെ വിഹിതങ്ങൾ കൈപ്പറ്റുന്നതായിരിക്കും ഉചിതം. അതുപോലെ തന്നെ പിങ്ക് കാർഡിന് അർഹതയുള്ള നീല വെള്ള കാർഡുടമകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറാനായി അപേക്ഷ സമർപ്പിക്കാനും ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ജൂൺ 30-ന് 5 മണി വരെയാണ് നിലവിൽ അപേക്ഷ സമർപ്പിക്കാനായി സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയപരിധി. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 55 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഗ്രാമിന് 8,930 രൂപയായാണ് വില കുറഞ്ഞത്. പവന്റെ വില 440 രൂപ കുറഞ്ഞു. 71,440 രൂപയായി ഇടിഞ്ഞു. ആഗോള വിപണിയിലും സ്വർണ്ണവില ഇടിയുകയാണ്. US ചൈന വ്യാപാര യുദ്ധം അയയുന്നതാണ് സ്വർണ്ണവില കുറയാനുള്ള പ്രധാന കാരണം. വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ 2% ഇടിവാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായത്. ഒരു മാസത്തിനിടെയുണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.